ഇല്ല. മുഹയ്യദ്ദീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞ ഒരാൾ എന്നെ ജീവിച്ചിട്ടില്ല എന്നൊരാൾ പറഞ്ഞു എന്ന് കൂട്ടിക്കൊള്ളി, കാഫിറാവൂല. ഷെയ്ഖ് റിഫായി എന്ന് പറഞ്ഞ ഒരാൾ എന്നെ ഇവിടെ ജീവിച്ചിട്ടില്ല എന്ന് കൂട്ടിയാലോ കാഫിറാവൂല. അപ്പൊ ഷെയ്ഖ് മുഹയ്യദ്ദീൻ തങ്ങളുടെ കഥകൾ മുഴുവൻ ഒരാൾ നിഷേധിച്ചാലോ കാഫിറാവൂല. കാസർഗോഡ് എന്ന നാടിനെ തന്നെ ഒരാൾ നിഷേധിച്ചാല് കാഫിറാവൂല. മക്ക എന്ന് പറഞ്ഞൊരു നാടിനെ തന്നെ ഒരാൾ നിഷേധിച്ചാല് കാഫിറാവൂല അതിന്റെ പേരില്. അപ്പൊ കാഫിറാകാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, സത്യങ്ങൾ. അതിൽപ്പെട്ട ഒന്നാണ് ഔലിയാക്കളുടെ പ്രസ്താവങ്ങളും ഔലിയാക്കളുടെ മൊഴികളും ഔലിയാക്കളുടെ പദവികളും ഔലിയാക്കളുടെ ഇൽഹാമുകളും. അപ്പോ ശൈഖ് തങ്ങൾ അവർകൾ വിവരിച്ച തന്റെ ഈ അനുഭവം, ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നിഷേധികൾ നിഷേധിക്കുന്നെങ്കിൽ അവരവരുടെ പാട്ടിന് വിട്ടേക്കാം, അവർ കള്ളന്മാർ എന്ന് നമുക്കവരെ വിധി എഴുതിയേക്കാം. വിശ്വാസികൾ വിശ്വസിക്കണമെങ്കിൽ എന്താണ് അതിനാവശ്യം? പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അത് സ്വീകാര്യമാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഇത്തരം ഒരനുഭവം സ്വീകാര്യമാകുമോ, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഇത്തരം ഒരാളുടെ അനുഭവം സ്വീകാര്യമാണോ എന്ന് വിലയിരുത്തുമ്പോൾ മുഹയ്യദ്ദീൻ മാലയിലെ സംഭവമോ മുഹയ്യദ്ദീൻ ഷെയ്ഖിന്റെ മറ്റു സംഭവങ്ങളോ തെളിയിക്കുന്ന പ്രമാണം എന്താണ്? വഹാബി വിവരമില്ലാതെ ചോദിക്കും, ഖുർആനിൽ ആയത്തുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. ഹദീസ് ഉണ്ടോ, ഹദീസ് ഉണ്ടോ, ആയത്തുണ്ടോ എന്ന് ചോദിക്കുന്നത് മുഹയ്യദ്ദീൻ ഷെയ്ഖ് ജീവിച്ചിരുന്നു എന്നതിനുള്ള തെളിവാകൂല. അങ്ങനെ ഒരു തെളിവ് ഖുർആനും ഹദീസൊന്നും കിട്ടൂല. ഒന്നാമത് മനസ്സിലാക്കണത്, മുഹയ്യദ്ദീൻ ഷെയ്ഖ് എന്ന ഒരാൾ ജീവിച്ചിരുന്നു എന്ന് തന്നെ ഖുർആനിന്ന് മനസ്സിലാവൂല. അങ്ങനെ ഒരു ഹദീസും ഇല്ല. ഇപ്പൊ മുഹയ്യദ്ദീൻ ഷെയ്ഖിന്റെ സംഭവങ്ങളും ഖുർആനിലില്ല, മുഹയ്യദ്ദീൻ ഷെയ്ഖിന്റെ വിവരങ്ങളും ഹദീസിലില്ല. ഹദീസും ഖുർആനും സമ്പൂർണമായി അവതരിപ്പിക്കപ്പെട്ട ശേഷം, അതായത് ഖാത്തിമുൻ നബിയ്യീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഹ്യ് സമ്പൂർണമായ ശേഷം 400 ചില്ലാനം കൊല്ലം കഴിഞ്ഞ ശേഷം ലോകത്ത് ജനിക്കുന്ന ഒരു മഹാനായ പ്രതിഭാശാലിയാകുന്നു മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങൾ അവർകൾ. അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതകാലത്തോ കുട്ടിക്കാലത്തോ മുതിർന്ന ശേഷമോ വിലായത്തിന്റെ ശേഷമോ വിലായത്തിന്റെ സ്ഥാനം ദുന്യാവിൽ വെച്ച് ലഭിക്കുന്നതിന് മുൻപോ പഠനകാലത്തോ സിയാഹത്തിന്റെ കാലത്തോ മറ്റേത് കാലത്ത് നടന്ന സംഭവവും ഖുർആനിൽ വിവരിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹം വിവരിച്ച സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ അനുഭവമോ ദൃക്സാക്ഷികളുടെ വിവരണമോ ആണ്. അതാണ് ഇക്കാര്യത്തിലെ പ്രമാണം. ദൃക്സാക്ഷികളുടെ വിവരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുഭവം വിവരിച്ചത് പരമ്പരാഗതമായി ഉദ്ധരിക്കുക, ഇതാണ് പ്രമാണം. ഈ പ്രമാണപ്രകാരം ഇവിടെ പ്രമാണത്തെ ചോദിക്കുന്ന ആൾ ചോദ്യം ചെയ്യേണ്ടത് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങൾ അവർകൾ പറഞ്ഞതുവരെയുള്ള സനദ് ഇതിനുണ്ടോ എന്നാണ്. ബഹ്ജത്തുൽ അസ്റാറിന്റെ പഴയ കാലത്തെ ശരിയായ പ്രതി എടുത്താൽ അത് കണ്ടേടം മുതൽ ചോദിച്ചേടം മുതൽക്കുള്ള അതിന്റെ കൃത്യമായ അതിന്റെ ശരിയായ വിവരണം ബഹ്ജയിലുണ്ട്. അപ്പൊ അനുഭവസ്ഥന്മാർ ശൈഖു തങ്ങളിൽ നിന്ന് കേട്ടിട്ടുള്ള ശരിയായ വിവരം വെച്ച് തന്നെ മുഹയ്യിദ്ദീൻ എന്ന പേര് അള്ളാന്റെ അറിവാലെ ദീന് വിളിച്ചതാണ് എന്ന് പറഞ്ഞാൽ ദീൻ അങ്ങനെ വിളിച്ചു എന്ന അനുഭവം ശൈഖ് തങ്ങൾ അവർകൾ പറഞ്ഞത് അഭ്യസ്തവിദ്യരായ ശ്രോതാക്കളായ പറ്റുന്നവരായ ആളുകൾ അറിഞ്ഞുദ്ധരിച്ചു വരുന്നതാണ് അതിൻ്റെ പ്രമാണത്തിന്റെ രീതി. ഈ രീതിയിലൂടെ ഈ പ്രമാണം സ്ഥിരപ്പെട്ടിട്ടുണ്ട്, ഈ സത്യം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഈ സത്യത്തെ നിരാകരിക്കാൻ വഴിയില്ല. ഇനി നോക്കേണ്ടത് എന്തുള്ളൂ, നമുക്ക് നോക്കാൻ കഴിയാ ഖുർആനും ഹദീസും ഇങ്ങനെയുള്ള ഒരു കാഴ്ചയും ഇങ്ങനെയുള്ള ഒരു വിളിക്കലും അംഗീകരിക്കുമോ എന്നല്ലേ നോക്കേണ്ടുള്ളൂ. ഖുർആനും ഹദീസും ഇങ്ങനെ ഒരു വിളി അംഗീകരിക്കുമോ, ദീനിന് ഇങ്ങനെ വന്നിട്ട് വിളിക്കാൻ കഴിയുമോ എന്നേ നോക്കേണ്ടതുള്ളൂ. അത് നോക്കിയാൽ ഇത് സത്യമായി ബോധ്യപ്പെടും ചെയ്യും. അപ്പൊ ഒന്നാമത്തെ വിമർശന കാവ്യത്തിലെ ഒന്നാം വരിയാണ്, വിമർശിക്കപ്പെടുന്ന ഒന്നാം വരിയാണ് ഞാൻ പറഞ്ഞത്. മുഹയ്യിദ്ദീൻ മാലിന്റെ തുടക്കത്തില് മൂലം മുടയവൻ ഏകൻ അരുളാലെ മുഹയ്യിദ്ദീൻ എന്ന പേർ ദീൻ താൻ വിളിച്ചോവർ. ദീനു തന്നെ മുഹയ്യിദ്ദീൻ എന്ന പേര് തന്നെ വിളിച്ചുവന്ന് അസുഖമായി കിടക്കുന്ന ഒരു മനുഷ്യന്റെ രീതിയിൽ ഇറങ്ങി വന്നിട്ട് ആ ദീനിനെ ഹയാത്താക്കാൻ വേണ്ടി എനിക്ക് അവസരം തന്നിട്ട് ഞാൻ അദ്ദേഹത്തെ അവസരത്തിനൊത്തുകൊണ്ട് സന്ദർഭത്തിനൊത്തുകൊണ്ട് പലരും പിന്തിരിഞ്ഞു പോയപ്പോ വിളി കേൾക്കാതെ പോയപ്പോ ഞാൻ ചെന്ന് എഴുന്നേൽപ്പിച്ചിട്ട് സുന്ദരമായി ഇരുത്തിയപ്പോൾ അള്ളാഹുവിന്റെ ഏകൽ അരുളാലെ എനിക്ക് കിട്ടിയ ഒരു സ്ഥാനപ്പേരാണ് മുഹയ്യിദ്ദീൻ. അത് സത്യമാണെന്നറിയാൻ എനിക്ക് തന്നെ അള്ള ദൃഷ്ടാന്തം തന്നു. മൂപ്പർക്ക് എന്നെ തുടക്കത്തിൽ ദൃഷ്ടാന്തം കിട്ടൂല, ചെയ്ത്താനും വരാ. ആദ്യത്തിൽ ചെയ്ത്താൻ വരാലോ, ചെയ്ത്താന് മനുഷ്യരൂപം പ്രാപിക്കാം, ഖുർആനും ഹദീസും പഠിപ്പിക്കും. അത് നമ്മളോട് പറയണ്ട.
എറമു വിഭാഗം മുജാഹിദീങ്ങൾ തെളിയിക്കും. 2 വിഭാഗം ഉണ്ട് ഇപ്പൊ മുജാഹിദിന്. നമുക്ക് വലിയൊരു സൗകര്യമല്ല അള്ള തന്നത്. പ്രാസ്ഥാനികാടിസ്ഥാനത്തിലും ആശയപരമായും അവർ പിരിഞ്ഞിട്ടില്ല. അഹ്ലുസുന്നത്ത് എന്ന ആശയത്തിൽ തന്നെയാണ് ഉള്ളത്. അവർ പിരിഞ്ഞത് വെറും സംഘടനാപരമായി മാത്രമാണ്. സംഘടനകൾ വിവിധ സംഘടനകളായിട്ട് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ഒരു പ്രമുഖ അംഗമാണ് ബഹുമാനപ്പെട്ട ഖാദിയവറുകൾ. അതിൽ നിന്ന് പിരിഞ്ഞ ഒരു സംഘടനയാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുലമ. ആ ജംഇയ്യത്തുലമയിലെ ഒരു സാധാരണ പ്രവർത്തകനാണ് ഞാൻ. അങ്ങനെ 2 സംഘടനയിലെ അംഗങ്ങളും തമ്മിലൊന്നുമില്ല. ആശയപരമായി ഞങ്ങൾ തിരിഞ്ഞിട്ടില്ല, ഞങ്ങളുടെ സംഘടനയിൽ തിരിഞ്ഞിട്ടില്ല, സംഘടനാപരമായേ തിരിഞ്ഞിട്ടുള്ളൂ. ഇനി വലിയ വിവാദം നടന്നവരും തർക്കം കൂടിയവരും EKAP 2 വിഭാഗം. അന്നും സംഘടനാപരമാണ് വിഷയം. അതിന്റെ ഒന്നാമത്തെ തെളിവാണ് ആ പേരിൽ പിരിഞ്ഞിട്ട് നടന്ന യോഗത്തിലൊക്കെ ആക്ഷേപം സംഘടനാപരമായോ വ്യക്തിപരമായോ ആയിരുന്നു. കാരണം എന്താണ്? ആശയപരമായി ഒന്നും കിട്ടിയിട്ടില്ല. ആശയപരമായി തമ്മിൽ എതിർക്കാൻ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ആശയപരമായി സുന്നികൾ ഭിന്നിച്ചില്ല, സംഘടനാപരമായാണ്. വഹാബികൾ ഭിന്നിച്ചു നോക്കുമ്പോൾ അങ്ങനെയല്ല. വഹാബികൾ ഭിന്നിച്ചു നോക്കുമ്പോൾ ഒന്നാമത് തന്നെ കണ്ടിരിക്കുന്ന ഭിന്നിപ്പ് വാസ്തവത്തിൽ സംഘടനാപരമല്ല, ആശയപര. മടവൂർ വിഭാഗവും അതുപോലെ തന്നെ മറ്റേ വിഭാഗവും തമ്മിൽ ആശയപരമായ സാരമായ ഭിന്നിപ്പുണ്ട്. അതൊരു ഭിന്നിപ്പാണ് ജിന്ന് ശൈത്വാൻ. ഇവകൾക്ക് മനുഷ്യന്റെ ശരീരത്തിൽ കയറാനോ മനുഷ്യന്റെ രൂപം പ്രാപിക്കാനോ ശാരീരിക ഉപദ്രവേൽപ്പിക്കാൻ പറ്റുമോ പറ്റൂലേ എന്ന് തർക്കം. കോമു വിഭാഗം പറയുന്നു പറ്റൂല, കഴിയില്ല. അത് മുഅ്തസിലത്തിന്റെ വാദം അപ്പടി അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയതാണ്. പണ്ട് എറമൂളും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിരുന്നത്. കാരണം എറമൂന്റെ നേതാക്കളാണ് ഈ കോമുകളെ പഠിപ്പിച്ചു വിട്ടത്. അവർ പഠിപ്പിച്ചു കഴിഞ്ഞ ശേഷം എറമൂളൊന്ന് കണ്ണു തുറന്നിട്ട് സൗദി പോയി നോക്കി. സൗദിയിലെ പണ്ഡിതന്മാരും വിവരമുള്ളവരും നോക്കി നോക്കുമ്പോൾ ശൈത്താനും ജിന്നും മനുഷ്യന്റെ ശരീരത്തിൽ കയറുന്നതും ഇളകുന്നതും ശൈത്താന് ശരീരത്തിന്റെ മേൽ ആധിപത്യമുള്ളവരും പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വഹാബി പണ്ഡിതന്മാർ സൗദിയിൽ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കണ്ണു തുറന്ന് ബേജാറായി. സൗദിയിലെ വരുമാനങ്ങാനും മുടങ്ങിയ എറമോളും കോമോളും 2 ശരിയാവും, ഔട്ട്. ആകെ ഈ വിലസാൻ കിട്ടണ സുന്നിയക്കെതിരിൽ ഈ കോറാമാത്തി മുഴുവൻ നടത്താൻ കിട്ടുന്നത് സൗദിയിലെ പണ. വെറുതെ ഇട്ടല്ല, ദീനീ ദേവത്തിന് കിട്ടുന്ന പണം. ദീനീ ദേവത്തിന് കിട്ടുന്ന പണം തോന്നിയാസം പറഞ്ഞ് മുസ്ലിമീങ്ങളാക്കാനും മുസ്ലിമീങ്ങളെ കാഫറാക്കാനും വിനിയോഗിച്ചുകൊണ്ടാണ് ഇവർ അമ്മാനമാടുന്നത്, ദീന് കൊണ്ട് അമ്മാനമാടുന്നത്. ഈ അമ്മാനമാടുന്ന വിഭാഗത്തിന് അറേബ്യൻ നാട്ടിൽ നിന്നിട്ടുന്ന പണം അങ്ങ് മുടങ്ങിപ്പോകും. അപ്പോൾ ഒരു മെല്ലുണ്ടാക്കി സെലഫി മൻഹജാണ് നമ്മളെ മൻഹജ്. ഈ സെലഫി മൻഹജിൽ നോക്കിയാൽ ജിന്നുകൾ മേത്ത് കയറും, ശരീരത്തിൽ ആധിപത്യം സ്ഥാപിക്കും, ജിന്നും ശൈത്താനും മനുഷ്യനായി രൂപപ്പെടും. അപ്പൊ ജിന്നും ശൈത്താനും മനുഷ്യനായി രൂപപ്പെടും എന്ന് ഇന്ന് പറയാൻ നമ്മൾ വേണ്ട. എറമു വിഭാഗത്തെ, അതായത് ഔദ്യോഗിക മുജാഹിദ് KNM വിഭാഗത്തെ, KNM എന്ന ഔദ്യോഗിക പേരിൽ പ്രവർത്തിക്കാൻ നിവൃത്തിയുള്ള വിഭാഗം ഏതാണോ അവരില്, ആ വിഭാഗത്തെ സമീപിച്ചാൽ അതിൻ്റെ തെളിവ് കിട്ടും. നമുക്ക് ഞാൻ തെളിവ് പറയണ്ട. അതുകൊണ്ട് ശൈത്താൻ വന്ന് കടന്നിട്ട് മൊയ്യദ്ദീൻ ശൈഖിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പറയാം, ഇനി ഒരു മുഹയ്യദ്ദീൻ എന്നാണ് പോയി വിളിച്ചോ, ഞാൻ പോയി പറഞ്ഞോളാം. നമ്മളെ പോലത്തെ ഒരു നോളയാണെങ്കിൽ അങ്ങനെ പറയും ചെയ്യും. ഇപ്പം ഞാനാണ് ഇപ്പം ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച് നടന്ന് ഇവിടുന്ന് മെല്ലാണ് പോകുമ്പോൾ ഒരാൾ പറഞ്ഞ്, ഞാനേ ഒരു മലക്കാട്ടോ, നിങ്ങൾക്ക് മുഹയ്യദ്ദീൻ എന്ന് പേര് തരാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതേനു, നിങ്ങൾ ഇനി മുഹയ്യദ്ദീൻ എന്ന് വിളിച്ചോളി എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ കിട്ടുന്ന സ്റ്റേജിൽ ഒന്നാമത് പറയും, ഞാൻ പോരുമ്പോൾ ഇന്നെ മുഹയ്യദ്ദീൻ എന്ന് വിളിച്ചിരിക്കുന്നു, ദീൻ അങ്ങനത്തെ ആളാണ് ഇങ്ങനത്തെ ആളാണ് ഈ വിനീതൻ എന്ന് പറയുന്നേ ഉള്ളൂ. മെല്ലെ എന്ത് തോന്നിയാസം വലുപ്പം പറഞ്ഞിട്ട് പിന്നെ നിസ്സാരാക്കാനുള്ള പേരാ ഈ വിനീതൻ, ഇത് ഞാൻ പറയൂ എന്നേ ഉള്ളൂ. നമ്മളെ പോലത്തെ നോളയുള്ള സ്വഭാവം അത്. പക്ഷെ മുഹയ്യദ്ദീൻ ശൈഖിന് ആ നോളത്തരല്ല. അദ്ദേഹം ഇത് പറയാൻ നിന്നില്ല. അദ്ദേഹത്തിന് ഈ സംഭവം സത്യമായി അള്ളാഹു തെളിയിച്ചു കൊടുത്തു. മുഹയ്യദ്ദീൻ ശൈഖ് തങ്ങൾ ബഗ്ദാദിലെത്തി വെള്ളിയാഴ്ച ദിനത്തിൽ നടന്ന ഈ സംഭവം ശൈഖ് തങ്ങൾ പള്ളിയിലേക്കാണ് കയറുമ്പം തന്നെ ചെരുപ്പില്ലാത്ത തങ്ങളെ കാലുമ്മക്ക് ചെരുപ്പിട്ട് കൊടുത്തിട്ട് ഒരാള് യാ മുഹയ്യദ്ദീൻ എന്ന് വിളിച്ചപ്പോ നടാടെ കേൾക്കുന്ന മുഹയ്യദ്ദീൻ എന്ന പേര് തനിക്ക് ദീൻ വിളിച്ചു എന്നത് ശരിയാണെന്ന് ബോധ്യപ്പെടാൻ ഒരു പടവ്. എന്നാലും സംശയിക്ക, ആ ചെയ്ത്താൻ തന്നെ ഇങ്ങോട്ട് വേഷം മാറി വന്നതല്ലേ, ആ ചെയ്ത്താൻ തന്നെ ഇങ്ങോട്ടും വേഷം മാറി വന്നു കണ്ട് രണ്ടാമതും പറ്റിക്കാണോ എന്ന് സംശയിക്കാം. അങ്ങനൊക്കെ തന്നെ ശൈത്താൻ അവരെ ചാദിപ്പാനായി വന്നാരേ അവരെ ചാച്ചി വിട്ടോവർ എന്ന് കവിതയിലുണ്ട്. ശൈത്താൻ പറ്റിക്കാൻ വന്നിട്ട് അവരെ ചാച്ചു വിട്ടോവർ എന്ന് ഇതേ കവിതയിൽ തന്നെ ഉണ്ട്. അപ്പൊ ഈ വന്നതും ശൈത്താനാകാം.
പക്ഷെ അള്ളാഹു വീണ്ടും ബോധ്യപ്പെടുത്തുന്നു, ജല്ല ജലാലുഹു, റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവന്റെ ഔലിയാക്കൾക്ക് നൽകുന്ന വിവരങ്ങളും അവന്റെ ഗൈബിന്റെ ലോകത്ത് അവർക്കുള്ള പദവികളും സ്ഥാനങ്ങളും അവർക്ക് അള്ളാഹുവിന്റെ തഖ്ദീറിലും നിശ്ചയത്തിലും ഇൽമിലുമുള്ള പദവികളും ശരിയായി ബോധ്യപ്പെടുത്താൻ അമ്പിയാക്കന്മാരുടെ ശരിയായ വഹയിനിക്ക് മുഅ്ജിസത്ത് എന്ന പ്രമാണങ്ങൾ നൽകുന്നത് പോലെ ഔലിയാക്കൾക്ക് വരുന്ന ദിവ്യമായ അറിയിപ്പുകൾക്ക്, അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ഇൽഹാമുകൾക്ക്, അവരുടെ മനസ്സിനെ തന്നെ അടുക്കാൻ പറ്റുന്ന സാക്ഷീകരിക്കുന്ന സത്യത്തിന്റെ തെളിവുകൾ ബഹുമാനപ്പെട്ട ഔലിയാക്കൾക്ക് അള്ളാഹു നൽകും. അവരെ അംഗീകരിക്കുന്ന വിശ്വാസികൾക്കും അള്ളാഹു കറാമത്തുകൾ എന്ന പേരിൽ നൽകും.